നല്ല മനുഷ്യർ എന്തുകൊണ്ട് സഹിക്കുന്നു എന്നുള്ളത് എക്കാലത്തെയും മനുഷ്യർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നാൽ ബൈബിളിൽ പോലും കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നില്ല. ചില അനുമാനങ്ങൾ മാത്രമാണ് നമുക്കുള്ളത്. ചോദ്യം തെറ്റി ചോദിച്ചാൽ ഉത്തരം ഉണ്ടാകില്ലല്ലോ. നല്ല മനുഷ്യർ എന്തുകൊണ്ട് സഹിക്കുന്നു എന്ന ചോദ്യത്തെക്കാൾ നല്ല മനുഷ്യർ സഹിക്കുമ്പോൾ അവർക്ക് എന്ത് പറ്റുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അവൻ ശാന്തനാകുന്നു, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നു, സ്നേഹം മാത്രമായിട്ട് മാറുന്നു. കുരിശെടുക്കുന്ന നിമിഷം വരെ ക്രിസ്തു വല്ലാതെ അസ്വസ്ഥനായിരുന്നു. എന്നാൽ കുരിശ് തോളിലേറ്റിയ നിമിഷം മുതൽ അവൻ നിശബ്ദനായിരുന്നു. നിശബ്ദനായി കുരിശുമായി മുന്നോട്ട് പോകുന്ന യേശു ക്രിസ്തു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന ചോദ്യം അത് ഒരു നിസ്സഹായന്റെ ചോദ്യമല്ല. നേരെ മറിച്ച് അത് ഒരു സങ്കീർത്തന പ്രാർത്ഥനയാണ്. സങ്കീർത്തനം 22-ാം അധ്യായം 1-ാം വാക്യം. ഇതുപോലെ തന്നെ നല്ല മനുഷ്യർ സഹിക്കുമ്പോൾ ശാന്തരായിട്ട് മാറുന്നു. രണ്ടാമത്തെ കാര്യം, അവർ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നു എന്ന കാര്യമാണ്. കർത്താവായ ക്രിസ്തുവിനെ നോക്കുക. അവൻ സഹനത്തിന്റെ തടവുപുള്ളിയായിരുന്നില്ല. കുരിശെടുത്ത് നടന്നപ്പോഴും മറ്റുള്ളവരെ കുറിച്ചാണ് അവന്റെ ചിന്ത. വഴിയരികിൽ നിന്ന് സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. യോഹന്നാന് അമ്മയെ കൊടുക്കാൻ അവൻ ഉത്സാഹം കാണിക്കുന്നുണ്ട്. നല്ല കള്ളന് പറുദീസായുടെ പ്രത്യാശ പകർന്നു കൊടുക്കുന്നു. ഏറ്റവും ഒടുവിലായി അവൻ സ്നേഹത്തിന്റെ പര്യായമായി മാറുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണ സ്നേഹമായി മാറുന്ന കുരിശിലെ യേശുക്രിസ്തു. സഹനത്തിന്റെ പുതിയ മാനങ്ങൾ കർത്താവായ യേശുക്രിസ്തു നമ്മെ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നോട് അനീതി ചെയ്യുന്നവരോട് ദൈവം ചോദിച്ചുകൊള്ളും എന്നൊക്കെയുള്ള നമ്മുടെ ആശ്വാസങ്ങൾ ക്രിസ്തുവിന് നിരക്കുന്നതല്ല, മനസ്സിലെ ശത്രുതയുടെ സൂചനയാണ്. ശത്രുക്കൾ നമുക്ക് പുറത്താണ്, നമുക്ക് അവരുടെ മേൽ യാതൊരു അധികാരവുമില്ല. എന്നാൽ ശത്രുത വളരുന്നത് നമ്മുടെ ഉള്ളിലാണ്. അതിൻ്റെ മേൽ നമുക്ക് അധികാരമുണ്ട്. നമുക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിലും ഉള്ളിൽ ശത്രുതയില്ലെങ്കിൽ നമ്മുടെ ബലിയും പൂർത്തിയാകും. കുരിശിൻ്റെ വഴിയിലെ ആ പ്രാർത്ഥനയിൽ പറയുന്ന പോലെ എൻ്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും. അന്ന് അങ്ങയെപ്പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ. ആമേൻ.